നമസ്കാരം. ജീവൻ ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരു പ്രവാസിയുടെ യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് ഉമ്മുൽ ഖുവൈനിലാണ്. ഉമ്മുൽ ഖുവൈൻ എല്ലാവർക്കും അറിയാം, കാരണം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ഒരു എമിറേറ്റാണ്. UAE ഒരു വലിയ പ്രത്യേകത, ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഒരുമിച്ച് അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. UAE കാരണം വളരെ വളർന്നുകൊണ്ടിരിക്കുന്ന, വികസിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ എമിറേറ്റിൻ്റെയും വളർച്ച വളരെ പെട്ടെന്നാണ്. ഇതിൻ്റെ വളർച്ചയുടെ വികസനത്തിൻ്റെ ഒരു പ്രധാന പങ്ക് നമ്മുടെ ഇന്ത്യക്കാരുടേതാണ്, പ്രത്യേകിച്ച് മലയാളികളുടെ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജോലി എന്ന സ്വപ്നവുമായി ഈ രാജ്യത്ത് വന്നിറങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട മലയാളികൾ, അവരുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും സത്യസന്ധതയും പിൽക്കാലത്ത് അവർ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ വിജയം കണ്ടെത്തുവാൻ സാധിക്കുന്നു. ഇന്ന് അത്തരത്തിലുള്ള ഒരു 3 പേരെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. ഒരു വലിയ കൂട്ടായ്മ, മൂന്ന് ദേശം, ഒന്നുകൂടെ ഒരു വലിയ കൂട്ടായ്മയിലൂടെ ബിസിനസ് സംരംഭങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുവഴി ഒരുപാട് പേർക്ക് ജോലി സാധ്യതകൾ കൊടുക്കാൻ സാധിക്കും. ഒരു വലിയ കൂട്ടായ്മയാണ് ഏതൊരു ബിസിനസ്സിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത്. വിവിധ ദേശങ്ങളിലുള്ളവർ ഒരുമിച്ച് കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇന്ന് കേരളത്തിൻ്റെ കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്നും ഏതാണ്ട് 10-18 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച ശ്രീ നവാസ് ഹമീദ്, അതുപോലെ തന്നെ 1987 പ്രവാസ ജീവിതം ആരംഭിച്ച ശ്രീ ജോർജ് വർഗീസ് എന്ന പിന്റു, അദ്ദേഹത്തിൻ്റെ കസിനാണ് നിക്സൺ. 3 പേരാണ് ഇന്ന് ഞങ്ങളുടെ അതിഥികൾ. അൽ നവാബ് ട്രേഡിംഗ് എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ സ്ഥാനത്ത് നിന്ന് ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുകയും അതുവഴി ഒരുപാട് തൊഴിലവസരങ്ങൾ നൽകുകയും ചെയ്ത 3 പേരുടെ ഒരു ജീവിത അനുഭവങ്ങളുടെ കഥയാണ് ഇന്നത്തെ പ്രവാസിയുടെ യാത്രയിൽ. തീർച്ചയായും 3 പേരെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം നവാസ് ആൻഡ് പിന്റോ ചേട്ടൻ. കാരണം എന്ന് വെച്ചാൽ വളരെ സന്തോഷം, ഈ ഒരു കൂട്ടായ്മ നെക്സൺ ബായും ഉണ്ട് നമ്മളോടൊപ്പം. നിക്സേട്ടൻ നമുക്ക് ഇവിടെ സാമൂഹ്യ രംഗത്തും ഒരു ഇന്ത്യൻ അസോസിയേഷൻ്റെ 2014 പ്രസിഡൻ്റായിരുന്നു. 2014 ആദ്യമായിട്ട് വരുന്നത് അച്ചായൻ എന്നറിയുന്ന പിന്റു അച്ചായനാണ് അല്ലേ? അതെ, തീർച്ചയായും. അച്ചായനിൽ തുടങ്ങാം നമുക്ക്. പന്തളത്ത് നിന്ന് വരുന്നത്. അതെ, ഒരു ജോലി എന്ന സ്വപ്നം തന്നെയാണ്. അതെ, ഇവിടേക്ക് കൊണ്ടുവന്നു. ഞാൻ വന്നത് റാസൽ കൈമയിലായിരുന്നു ഫസ്റ്റിൽ. അവിടെ ഒരു 5-6 വർഷമോളം അവിടെ ഈ ഒരു ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് വൈഫൊക്കെ വന്നു കഴിഞ്ഞാണ് ഇന്ന് ഞാനൊരു സ്വന്തമായിട്ടൊരു സ്ഥാപനം സംരംഭത്തിലേക്ക് ഇറങ്ങണമെന്നുള്ള ചിന്ത. നിക്സൺ വരുന്നു. ഞാൻ 89 ഇവിടെ വന്നു. ഏതാണ്ടൊരു 7 വർഷക്കാലം ദുബൈ, ഷാർജ എന്നീ സ്ഥലങ്ങളിൽ പല മേഖലകളിൽ പലതും ജോലി ചെയ്തു. അതിനുശേഷമാണ് ഉമ്മുൽ ഖുവൈനിൽ ഇങ്ങനെ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ എൻ്റെ കസിനാണല്ലോ. തീർച്ചയായും ഞാനും നവാസും 1998 ഇവിടെ ജോലി എന്ന സ്വപ്നമായിട്ടാണ്. അതെ, 98 ആണ് ആദ്യമായിട്ട് വരുന്നത്. ഏപ്രിൽ 16-ാം തീയതിയാണ് ആദ്യമായിട്ട് വരുന്നത്. എൻ്റെ ജ്യേഷ്ഠൻ ഇവിടെ ദുബൈ ലെക്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം പുള്ളി നാട്ടിൽ വെച്ച് എന്നോട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചു, നിനക്ക് താല്പര്യമുണ്ടോ വിസിറ്റ് വിസ എങ്കിൽ അയച്ചു തരാം. എനിക്ക് നാട്ടിൽ ഈ അധ്യാപക ഫീൽഡായിരുന്നു. അപ്പോൾ നാട്ടിൽ നമുക്ക് ഒരു ഫാത്തിമ പബ്ലിക് സ്കൂൾ, ഒരു CBSE സ്കൂളും
പിന്നെ ഒരു പാരൽ കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വെക്കേഷൻ ടൈം ആയപ്പോൾ ഇദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങോട്ട് ജസ്റ്റ് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വിസിറ്റിംഗ് വിസയിൽ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ ക്ഷണം സ്വീകരിച്ചു ഇവിടെ വന്നു. ഒരു വിസിറ്റ് വിസയിലാണ് ആദ്യമായിട്ട് വരുന്നത്. വിസിറ്റിംഗ് വിസയിൽ ഈ രാജ്യത്തെ കണ്ടിട്ട് പോകാമെന്ന് കരുതിയാണ് നവാസ് ഭായി വരുന്നത്. ആണെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ജോലി സ്വപ്നം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു 3 പേരും 3 സമയങ്ങളിലാണ് ഇവിടെ വന്ന് ചേരുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ ഒരു കൂട്ടായ്മയുടെ തുടക്കം എങ്ങനെയായിരുന്നു? അത് അച്ചായൻ പറയട്ടെ. അതെ, അച്ചായനാണ് നമ്മുടെ സീനിയർ. ഞാൻ ഇങ്ങനെ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു ചെറിയ ബിസിനസ് തുടങ്ങണം എന്നൊരു താല്പര്യം വന്നു. തന്നെ എൻ്റെ വൈഫിന് ഇങ്ങോട്ട് ജോലിയായി റാസൽ കൈമയിൽ നിന്ന് ഉമ്മൽ കോയിനിലോട്ട് വന്നുകൊണ്ട് ഇവിടെ എവിടെയും എൻ്റെ ഈ ഫീൽഡ് അങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഇല്ലായിരുന്നു നേരത്തെ. അപ്പോൾ ഇങ്ങനെ ഈ ട്രേഡിങ് ടൂൾസിൻ്റെ ഒക്കെ ഒരു കട തുടങ്ങണമെന്ന് മനസ്സിലൊരു ആഗ്രഹം തോന്നും. എന്നൊക്കെ ഇവിടെ അങ്ങനെ ഒരു സിംഗിൾ ഷട്ടറിൽ ആരംഭിച്ചതാണിത് തുടക്കം. അപ്പോൾ അന്ന് നിക്സൺ ഭായി ഇവിടെ ഇല്ല, നിക്സൺ ഭായി ഇവിടെ ഉണ്ട്. പക്ഷേ പുള്ളി വേറെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ചിന്ത വരുന്നില്ല നേരം 3 പേരുടെ യോജിച്ചുള്ള ഇത് വരുന്നില്ല. അങ്ങനെ അങ്ങ് തുടങ്ങി ഒരു 3 വർഷമോ 1998 ആരംഭിച്ചു ഇതൊരു സിംഗിൾ ഷട്ടറിൽ. അതായത് ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയം. പക്ഷേ ഞാൻ അവിടെ യാതൊരു പരിചയമില്ല, ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ തുടങ്ങി വന്നപ്പോഴാണ് എനിക്ക് ഈ സ്റ്റേറ്റ്സിലോട്ട് പോകാനുള്ള ഗ്രീൻ കാർഡും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാനിങ്ങനെ ചിന്തിച്ചു, ഒന്നേ അങ്ങ് ഡിസ്പോസ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് ഞാൻ കൂടുതലെടുക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്ന അജുമാനിലുള്ള ഒരു സുപ്രീം എന്ന് പറഞ്ഞ ഒരു കടയുണ്ടായി. അവിടെ നവാസ് അക്കൗണ്ട്സിലിരിക്കുകയായിരുന്നു. പുള്ളിയുമായിട്ട് അന്ന് തൊട്ടേ ഉള്ള പരിചയം, നല്ലതായിട്ടൊരു ബന്ധം കാത്തു. ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ ഒരു ബിസിനസിന്റെ ഒരു പ്രധാനമായ ഒരു കാരണമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിലേക്കാണ് വന്നത്. നല്ല സൗഹൃദങ്ങളാണ്, നല്ല സ്നേഹബന്ധങ്ങളാണ് ബിസിനസ് പോലുള്ള നല്ല സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം അജ്മാനിലേക്ക് വന്നു. അന്ന് ഒരു യാദൃച്ഛികമായിട്ട് ഒരു ഷോപ്പിൽ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യുന്ന നവാസ് ഭായിയെ പരിചയപ്പെടാനും ഒരു സാഹചര്യം വന്നു. അൽ നവാബ് ട്രേഡിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തീർച്ചയായും ഇങ്ങനെ ഒരു സാഹചര്യം അങ്ങനെ നവാസ് ഭായി ഇതിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ അതൊരു രസകരമായ കാര്യമാണ്. ഒരു ദിവസം ഇങ്ങോട്ട് അജ്മാനിലൊക്കെ ഈ റെൻറ്റ് കൂടുതലായതുകൊണ്ട് പുള്ളിക്കൊരു താല്പര്യം ഉമ്മൽ കോയിനി താമസിച്ചുകൊണ്ട് പോയി വരാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഇവിടെ കാണാം വില്ല കിട്ടുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഞാൻ ശ്രമിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ഇച്ചിരി ചീപ്പാണ് പൊതുവേ. അപ്പോൾ അങ്ങനെ നോക്കി രാത്രി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നവാസിനോട് പറഞ്ഞു, നവാസെ ഞാനിത് ഡിസ്പോസ് ചെയ്യുകയാണ്, പിന്നെ ഞാനങ്ങ് സ്റ്റേറ്റ്സിലോട്ട് പോവുകയാണ്, അപ്പോൾ ഇനി 2-3 മാസമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നവാസ് എന്നോട് ഇങ്ങനെ ചുമ്മാ പറഞ്ഞു, അച്ഛാ ഒരു കാര്യം ചെയ്യും, നമുക്കൊരു പാർട്ണർഷിപ്പിൽ നമുക്കൊന്ന് നോക്കിയാൽ എന്താ, അച്ഛൻ പൊയ്ക്കോ, ഇടയ്ക്ക് പോയി വന്ന് നിന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചപ്പം വൈഫുമായിട്ടൊക്കെ ഇരുന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്കത് നല്ലതായിട്ട് തോന്നി. കാര്യം നവാസിന് ഈ ഫീൽഡ് അറിയാവുന്നതാണ്. അപ്പോഴാണ് എനിക്ക് പിന്നെ ഒരു ചിന്ത വന്നത്, നിക്സണും എന്നോട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, നമുക്കൊരു ബിസിനസ് തുടങ്ങിയാൽ നല്ലതാണ് 3 പേരോട്, 3 സോറി ഒരു ജോയിൻ, അത് തന്നെ അങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ ഒരു ജോയിന്റ് വെഞ്ചർ. അത് തന്നെ. അത് നേരത്തെ നിക്സൺ ഭായിക്ക് നേരത്തെ താല്പര്യം ഉണ്ടായിരുന്നു ഒരു ബിസിനസ്. നാട്ടിലും ഞങ്ങൾക്ക് ബിസിനസ് ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ ബ്ലഡിലുണ്ട് ബിസിനസ്, പണ്ട് മുതലേ ഉണ്ട്. അത് ഇവിടെ വന്നപ്പോൾ പിന്നെ എൻ്റെ കസിനൂടാണ് പിൻഡോ പറഞ്ഞപ്പോൾ ജോയിൻ ചെയ്യാമെന്ന് കരുതി ഞാനങ്ങനെ. പക്ഷെ അതുവരെ ജോലി ചെയ്യായിരുന്നു ദുബായിലും ഷാർജയിലുമായിട്ട്. ഞാൻ ദുബായിലും ഷാർജയിലും 89 ഇവിടെ വരുമ്പോഴും അച്ചായനുമായിട്ട് നല്ല ബന്ധം ഞങ്ങളെ കളിക്കൂട്ടുകാരായിട്ട് കൊച്ചിലെ ഞങ്ങൾ ഒരേ ഏജാണ്. കണ്ടാൽ ചിലപ്പം ഇച്ചിരി കൂടുതൽ കുറവൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഒരേ ഏജ് ഒരുപോലെ പഠിച്ചു വന്നവരാണ്. 87 പിൻഡോ ഇങ്ങോട്ട് പോന്നു. ഞാൻ 89 വരെ അവിടെ നിന്നതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നപ്പോൾ ഒരു നല്ലൊരു ബിസിനസ്സിൻ്റെ ഒരു കൂട്ടായ്മയ്ക്ക് ഒരു തുടക്കം കുറിച്ചു. അങ്ങനെ നവാസ് ഭായിയും ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. അൽ നവാബ് ട്രേഡിംഗ് എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം ഉമ്മുൽ കോയിനിൽ തുടങ്ങുകയാണ്. ഒരു ഷട്ടറിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനം ഒരു വലിയ സ്ഥാപനമാക്കി മാറ്റി. അതെ. ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്? ഞങ്ങൾ കൂടുതലും ഈ പവർ ടൂൾസുകൾ, ഹാൻഡ് ടൂൾസുകൾ, മിഷനറി ഐറ്റംസ്, വർക്ക്ഷോപ്പ്, ഇൻഡസ്ട്രിയൽ ഐറ്റംസ്, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും, കൂടാതെ ബിൽഡിംഗ് മെറ്റീരിയൽ ഇറങ്ങുന്ന ഇൻഡസ്ട്രിയൽ മെഷീൻ ടൂൾസുകൾ, അതായത് കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ്,
ഈവൻ ഇപ്പം ഇവിടുത്തെ ലീഡിങ് ബ്രാൻഡഡ് ഐറ്റംസ് എന്ന് പറയുന്ന മെഷീനറീസ് എന്ന് പറയുന്നത് ഡിവാൾട്ട്, മക്കിത്ത, ബോഷ്, AEG അങ്ങനെയുള്ള കുറേ ഹിറ്റാച്ചി ഇങ്ങനെ മെഷീൻസ് ഇതെല്ലാം ഞങ്ങളിപ്പം ഡീൽ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കേസ് ഡീൽ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളതിൻ്റെ സർവീസ് ഉൾപ്പെടാം. മീൻസ് സാധാരണ ഒരാൾ ഒരു കസ്റ്റമർ വന്ന് നമ്മളെ നിന്ന് സാധനം എടുക്കുന്ന സമയത്ത് അവരാദ്യം നോക്കുന്നത് ആഫ്റ്റർ സർവീസ്. അതൊരു പ്രധാന ഘടകമാണ്. കാരണം ഒരു മെഷീൻ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും റിപ്പയറോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ സ്പോട്ടിൽ തന്നെ അത് റെഡിയായി കൊടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ സൈറ്റിൽ നിന്നായിരിക്കും വരുന്നത്, മെഷീനുമായിട്ട് വരുന്നത്. അപ്പോൾ അതിന് ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. തീർച്ചയായിട്ടും അതിന് ഞങ്ങൾ അവിടെ തന്നെ വർക്ക്ഷോപ്പ് ഫെസിലിറ്റികൾ 2 ടെക്നീഷ്യൻസിൻ്റെ വെച്ച് 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്ത് മെഷീനറീസ് എല്ലാം ഒരു സെക്ഷനും, അതുമാത്രമല്ല എയർ കംപ്രസറുകൾ, അതുപോലെ ജനറേറ്റേഴ്സുകൾ, ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് വേറൊരു സെക്ഷൻ വെച്ച് പെർഫെക്റ്റായിട്ട് 2 എഫിഷ്യൻ്റ് ആൻഡ് എഫേർട്ട് 2 ടെക്നീഷ്യൻസിൽ വെച്ച് അത് ഫുൾഫിൽ ചെയ്തപ്പോഴേ കസ്റ്റമർ നമ്മളെ തേടി എത്തുകയായിരുന്നു. ക്വാളിറ്റി, നല്ലൊരു സർവീസ്, അതാണ് ബിസിനസ്സിനെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ വളരെ ശ്രദ്ധിച്ചിരുന്നു അൽ നവാബ് എന്ന് പറയുന്നതാണ് സത്യം. അത് തന്നെയാണ് ഈ ഉയർച്ചയുടെയും ഈ വളർച്ചയുടെയും പ്രധാന രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു നിക്സൺ ഭായി, കാരണം ഞാൻ നാട്ടിൽ ബിസിനസ്സുമായിട്ടുള്ള നമ്മളെ ഇൻബോണാണത്. അതിൽ നമ്മൾ ഫാമിലി ആയിട്ടൊരു ബിസിനസ് രംഗത്ത് ഉണ്ടായിരുന്ന ഒരു ഇതിൽ നിന്ന് കടന്നു വന്നതാണ്. എൻ്റെ ഫാദറിന് ബിസിനസ് ആയിരുന്നു. പന്തളത്ത് എവിടെയാണ്? പ്രോപ്പർ പിതാവിന് എന്ത് ജോലിയാണ്? പിതാവ് ബിസിനസ്സുകാരൻ. ബേബി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ പുള്ളിയുള്ള സമയത്ത് തന്നെ ഞാൻ ബിസിനസ് 27ാമത്തെ വയസ്സിലാണ് ഞാൻ ഇവിടോട്ട് വരുന്നത്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പന്തളം സ്കൂളിൽ തന്നെ, പന്തളത്ത് സ്കൂളും കോളേജും എല്ലാം പന്തളത്ത് തന്നെ. ആ സമയം മുതൽ നമ്മൾ ബിസിനസ്സിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. ഡിഗ്രി കഴിഞ്ഞ ശേഷം 27ാമത്തെ വയസ്സിലാണ് ഞാൻ അതുവരെയും ബിസിനസ്സിൽ ഫാദറെ ഹെൽപ്പ് ചെയ്ത് പോരുകയായിരുന്നു. ഏത് ടൈപ്പ് ബിസിനസ് ആയിരുന്നു? ഞങ്ങൾക്ക് അവിടെ സ്റ്റേഷനറി ജനറൽ സ്റ്റോറാണ്. ഒരു ബേസിക് തിയറി ബിസിനസ് എന്ന് പഠിച്ചത് ഫാദറിൽ നിന്നാണ്. ഒരു ബാലപാഠം പഠിക്കാൻ സാധിച്ചത് ഫാദറിൽ നിന്നാണ്. എനിക്കും സെയിം തന്നെ. എൻ്റെ ഫാദറിനും ഈ സ്റ്റേഷനറി ബിസിനസ് തന്നെയായിരുന്നു. പേര് ഫാദറിൻ്റെ പേര് MM ജോർജ്. മേഖലയിൽ നിന്ന് തന്നെയാണ്. അത് തന്നെ ഞങ്ങളുടെ 2 പേരുടെയും ഫാദർമാർ ഇതുപോലെ സെയിം അവിടെ പന്തളത്ത് പ്രോപ്പർ ജംഗ്ഷൻ വളരെ നിക്സൺഭായി പോലെ ബിസിനസ്സിൽ സഹായിച്ചിട്ടുണ്ട്. ഉണ്ട് തീർച്ചയായും. ആ ഒരു മെത്തേഡ് നമുക്ക് ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളതാണ്. അത് തന്നെ. ആ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ വഴിതെറ്റി വന്ന ആൾക്കാരല്ല. നവാസിന്റെ ഫാദറിനും ബിസിനസ് മക്കൾ ബിസിനസ്സിലേക്ക് വന്നു. യഥാർത്ഥ വാക്ക്. നവാസ് ഭായി പുനലൂരാണ്. പുനലൂർ ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ കിഴക്ക് വാളക്കോട് എന്ന് പറയുന്ന സ്ഥലമാണ്. വാളക്കോട്. പിതാവിന് എന്ത് ജോലി? പിതാവ് ബിസിനസ് ആയിരുന്നു. റേഷൻ ഷോപ്പായിരുന്നു. എത്രാമത്തെ മകനാണ്? ഞങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ മൊത്തം 13 പേരാണ് ടോട്ടൽ. 8 ആണും 5 പെണ്ണും. അതിൽ ആണുങ്ങളിൽ 7ാമത്തെ ആളാണ് ഞാൻ. എൻ്റെ അനുജൻ ഏറ്റവും ഇളയ ആൾ ഇപ്പം ദുബൈയിൽ വർക്ക് ചെയ്യുന്നത്. അൽ ഹബ്തൂർ ഗ്രൂപ്പിൽ ഫിനാൻഷ്യൽ മാനേജറായിട്ട്. അപ്പോൾ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ ചൈനയും നിക്സൺഭായും പോലെ ബിസിനസിന്റെ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. സ്കൂൾ വിദ്യാഭ്യാസം പുനലൂർ തന്നെയാണ്. സ്കൂൾ വിദ്യാഭ്യാസം പുനലൂരായിരുന്നു. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി TKM കോളേജിലായിരുന്നു. അത് കഴിഞ്ഞ് ഡിഗ്രി പുനലൂരായിരുന്നു. PG പുനലൂർ തന്നെ ആയിരുന്നു. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് PG കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയത്. ഒരു സെയിൽസ് എന്ന മേഖലയിലേക്കാണ് കടന്നത് ഫസ്റ്റ്? അല്ല, ആദ്യം അക്കൗണ്ടൻ്റ് ആയിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞില്ലേ, ജ്യേഷ്ഠൻ കൊണ്ടുവന്നു. അപ്പോൾ ഒരു അക്കൗണ്ടൻറ്റ്, ജ്യേഷ്ഠന് പാർട്ട്ണർഷിപ്പുള്ളൊരു ബിസിനസ് തന്നെ ആയിരുന്നു ഇത് ഞാൻ പറഞ്ഞത്. മറ്റേ അജുമാനിലുള്ള അച്ചായൻ. അന്ന് അച്ചായൻ ഈ സാധനം എടുക്കാൻ വേണ്ടി വരുമായിരുന്നു. അവിടെ വന്ന് സാധനം എടുക്കുമ്പോൾ അച്ചായൻ്റെ ഒരു ക്യാരക്ടർ എന്നെ വല്ലാതെ അട്രാക്റ്റ് ചെയ്തു. അന്നേ ചെറുതായിട്ടൊരു ഹിൻഡ് തരുമായിരുന്നു. ഈ പരിപാടി വിട്ട് എന്ന് പുറത്തു വരുന്നു അന്ന് വേറെ എവിടെയും പോകരുത്, നമുക്ക് സ്വന്തമായിട്ടൊരു പരിപാടി നവാസുമായിട്ട് പാർട്ണർഷിപ്പിൽ തുടങ്ങണമെന്ന് അദ്ദേഹത്തിനും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കും വലിയൊരു ആഗ്രഹമുണ്ട്. എത്ര എംപ്ലോയീസ് ഉണ്ട്? ഞങ്ങൾക്ക് 10 പേരുണ്ട്. വിവിധ രാജ്യങ്ങളിലുള്ള ആൾക്കാർ, ബംഗ്ലാദേശ്, ഇന്ത്യയിൽ തന്നെ മലയാളികളും അല്ലാതെ വെളിയിലുള്ളവരും. അവരുടെ ഒരു വലിയൊരു സപ്പോർട്ടാണ് ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും വിജയം എന്ന് പറയുന്നത്.
ആ എംപ്ലോയീസാണ്. ആ എംപ്ലോയീസിന് സപ്പോർട്ടില്ലാതെ നമുക്ക് ഒരിടത്ത് എത്തിച്ചേരാൻ സാധിക്കില്ല. ഞങ്ങളൊരു എംപ്ലോയർ റിലേഷനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഫ്രണ്ട്ലി റിലേഷനാണ്. ഞങ്ങളുടെ തുടക്ക സമയം മുതലുള്ള സ്റ്റാഫുകളാണ് ഇപ്പോൾ 3-4 പേര് ആദ്യം മുതലേ ഉള്ളവർ. അവരാരും വിട്ടുപോയിട്ടുമില്ല. അതെ തീർച്ചയായിട്ടും ഇന്ന് നമ്മളുടെ കൂടെ ഉണ്ട്. ടെക്നിക്കൽ സൈഡിലാണെങ്കിലും സെയിൽസ് ഫീൽഡിലാണെങ്കിലും തീർച്ചയായിട്ടും അവരും ഇന്ന് നമ്മളുടെ കൂടെ ഉണ്ട്. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു, അവർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇന്ന് ഈ ഒരു മേഖലയിൽ ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ളൊരു മേഖലയാണ് നിങ്ങൾ നിൽക്കുന്നത്. കാരണം മൾട്ടി ഇൻ്റർനാഷണൽ കമ്പനികളുടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ സാധിക്കുന്നത്? ഓരോ ദിവസം കഴിയും തോറും ഈ ഫീൽഡിൽ കോമ്പറ്റീഷൻ നല്ല രീതിയിൽ കൂടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീൽഡിൽ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഉമ്മൽ ഖോയിനിൽ തന്നെ നേരത്തെ ഒരു 2-3 ഷോപ്പുകൾ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം മോർ ദാൻ 10 ഷോപ്സ് ആർ അവൈലബിൾ ഇൻ ഉമ്മൽ ഖോയിൻ. അപ്പോൾ അങ്ങനെ വീഴുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ സ്മോൾ ആയിട്ട് കുറഞ്ഞ ചെറിയൊരു എമിറേറ്റ് ആണ്. ഒരുപാട് അതെ ഇത് ഉമ്മൽ ഖോയിൻ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് എമിറേറ്റ് ആണ്. ഡെവലപ്ഡ് ആയിട്ടില്ല. ഏതാണ്ട് അജ്മാൻ വരെ ഡെവലപ്ഡ് ആയിട്ടുണ്ട്. ഇത് ഡെവലപ്പിംഗ് എമിറേറ്റ് ആണ്. ഇവിടെ കുറേ സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. പുതിയ ബ്രാൻഡുകൾ ഞങ്ങൾ ഈ ഡീലർഷിപ്പ് എടുക്കുന്നതാണെങ്കിലും ബാക്കിയുള്ള ഓരോ കേസിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആണ്. അത് നമ്മൾ ഓപ്പണായിട്ട് പറയണമല്ലോ. തീർച്ചയായിട്ടും പറ്റും. ആ വിശ്വാസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുക്കുന്ന സർവീസ് ടു ദി കസ്റ്റമേഴ്സ്. സർവീസ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ റിപ്പയറിംഗ് സെക്ഷൻ ആണെങ്കിലും അതുപോലുള്ള കേസുകളിൽ പിന്നെ ഞങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു പ്രധാന കേസ് എന്ന് പറയുന്നത് ഞങ്ങൾ ക്വാളിറ്റി പ്രോഡക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഈവൻ ചൈനയിൽ തന്നെ ക്വാളിറ്റി പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഉള്ള ഏതെല്ലാ വലിയ ബ്രാൻഡ് ഐറ്റംസിൻ്റെയും ഫാക്ടറി ചൈനയിലാണ് തീർച്ചയായിട്ടും. അപ്പോൾ അവർക്ക് നമ്മൾ അങ്ങനെയുള്ള പ്രോഡക്റ്റിന് കൊടുക്കുന്നുണ്ട്. അതിലുപരി ബാക്കിയുള്ള മീൻസ് ഇറ്റലി, ജപ്പാൻ അങ്ങനെയുള്ള പ്രോഡക്ട്സിന് ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സിന്റെ ഒരു ചോയ്സ് അനുസരിച്ച് അത് അവർക്ക് കൊടുക്കേണ്ട ഒരു അവയർനെസ്, അത് ഈ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മുടെ എക്യുപ്മെന്റ്സ്, നമ്മുടെ മെഷീനറികൾ, അതിന്റെ പെർഫോമൻസ്, അത് നമ്മളൊരു അവയർനെസ് കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കസ്റ്റമേഴ്സും നമ്മളും തമ്മിലുള്ള നല്ല റിലേഷൻഷിപ്പ്. അതൊരു പ്രധാന ഘടകമാണ് ഈ പറഞ്ഞ അവയർനെസ്. നമുക്ക് വേറൊരു സ്ഥാപനം ഫോർ എക്സാമ്പിൾ സൂപ്പർ മാർക്കറ്റോ അതുപോലെ ഗ്രോസറിയോ അങ്ങനെയുള്ള പരിപാടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് നല്ല രീതിയിൽ ഒരു റിസ്ക് എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ നമ്മളടുത്ത് വന്നിട്ട് അവർക്ക് ചെയ്യേണ്ട വർക്കിനെ പറ്റി നമ്മളോട് പറയുകയാണ്. അതനുസരിച്ചുള്ള മെഷീൻസാണ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇപ്പം അവർക്കൊരു 25 mm ഹെവി ആയിട്ടുള്ളൊരു കോൺക്രീറ്റ് ചെയ്യേണ്ട ഒരു മെഷീൻസ്, അതിന് വേണ്ടുന്ന ഡിമോളിഷിംഗ് മെഷീൻസ്, അതുപോലുള്ള മെഷീൻസ് വേണമെന്ന് പറയുമ്പം നമുക്കതിന് അവയർനെസ് ഇല്ലെങ്കിൽ, നമുക്കതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കസ്റ്റമർ വാങ്ങിച്ചുകൊണ്ട് പോയി ഒരു 10 മിനിറ്റ് അത് കേടായിക്കൊണ്ട് വരും. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്പോയിലായിക്കൊണ്ട് വരും. അങ്ങനെ സ്പോയിലായിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ കമ്പനികൾ നമുക്ക് വാറണ്ടിയോ ഗ്യാരണ്ടിയോ ഒന്നും തരാൻ പറ്റത്തില്ല. ഏതാണ്ട് 1000-കണക്കിന് ദിർഹംസ് നമുക്ക് ലോസ് ആയിരിക്കും. അപ്പോൾ ഒരു കസ്റ്റമർ വരുമ്പം അവർക്ക് എന്താണ് വേണ്ടുന്നതെന്ന് നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടുന്ന ഐറ്റം നമ്മൾ പ്രിഫർ ചെയ്ത്, അത് 2-3 ബ്രാൻഡുകളുണ്ട് ഈ പറഞ്ഞ കണക്ക് മക്കിത്ത, ഡിവാൾട്ട്, ഹിറ്റാച്ചി, ബോഷ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ UAE ഇറങ്ങുന്ന മിക്കവാറുമുള്ള ബ്രാൻഡുകളെല്ലാം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് ഞങ്ങളുടെ ഒരു പരിധിവരെ വിജയം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അൽനവ ട്രേഡിംഗിൽ ചെന്നാൽ ഏത് ടൈപ്പിലുള്ള മെഷീൻസുകളും അവൈലബിൾ ആണ് എന്നുള്ളത് ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് നല്ലത്. എന്തുണ്ടെങ്കിലും ഞങ്ങളുടെ അടുത്ത് വന്ന് പോകാറുള്ള ഉമ്മൽക്കൈൻ വിട്ട് പോകാറ്. അങ്ങനെ ഒരു ബ്രാൻഡ് നമ്മൾ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അതൊരു കഠിനാധ്വാനം തന്നെയാണ്, ഹാർഡ് വർക്ക് തന്നെയാണ്. അത് എത്രത്തോളം ആയിരുന്നു നെക്സം വഴി നമ്മൾ, കാരണം ഇത്രത്തോളം ഹാർഡ് വർക്ക് നമുക്ക് ഇതിനു വേണ്ടി ചെയ്യേണ്ടി വന്ന ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ? തീർച്ചയായിട്ടും ഒരു പക്ഷേ ഞങ്ങൾക്ക് സ്റ്റാഫ് കുറവായിരുന്നു തുടക്കത്തിൽ. അപ്പോൾ ഞങ്ങൾ ജോലിക്കാരെ വെച്ച് ചെയ്യേണ്ട ജോലി ഞങ്ങൾ തന്നെ ചെയ്യുമായിരുന്നു. ഒരു പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് അത്രയും ചെയ്യേണ്ടി വരുന്നില്ലെങ്കിൽ പോലും തുടക്കകാലത്ത് നമ്മൾ ചെയ്തിരുന്നു. അന്ന് കുറച്ചുകൂടെ 10 വർഷം മുമ്പല്ലേ, അന്ന് ചെയ്യാമായിരുന്നു, അന്ന് ചെയ്തിരുന്നു. ഇപ്പോൾ
ദൈവം സഹായിച്ച് ഇപ്പോൾ ജോലിക്കാർക്ക് ആവശ്യത്തിനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 2 വ്യക്തികൾ നമ്മുടെ അപ്പനും അമ്മയുമാണ്. തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞു ഒരുപക്ഷെ ബിസിനസ്സിലേക്ക് നമ്മൾ കടന്നു വന്നതും ഇവിടെ വിജയിക്കാൻ സാധിച്ചതിൻ്റെ പിന്നിലും അച്ഛൻ്റെ ഒരു വല്ലാത്ത സപ്പോർട്ട് തന്നെയായിരുന്നു. എത്രത്തോളമാണ് നമ്മുടെ ജീവിതത്തിൽ അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛനൊന്നും സ്വാധീനിച്ചിട്ടുള്ളത്? പറഞ്ഞാൽ അവർ വലിയ സത്യസന്ധ ഉള്ള ആൾക്കാരായിരുന്നു. അത് നിക്സൺ അറിയാതെ പ്രാർത്ഥനയും അങ്ങനെ ആ ഒരു രീതിയിലാണ് ഞങ്ങളെ വളർത്തിയതും. അവരുടെ രീതി അങ്ങനെ ഞങ്ങളത് കണ്ട് വളർന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു നേരെ എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിസിഷൻ മേക്കിങ്ങിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ ആര് ചെയ്യുന്നു, ആര് പ്രവർത്തിക്കും, ഒരു കൂട്ടായ്മയിലൂടെ ഉണ്ടാക്കുന്ന ഒരു ഡിസിഷനാണ്. തീർച്ചയായിട്ടും കൂട്ടായ്മ എല്ലാ കാര്യങ്ങൾക്കും ചിലപ്പോൾ നമുക്ക് ഓരോരുത്തരും ഡിസ്കസ് ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടത്തില്ല. പിന്നെ നമുക്ക് ബിസിനസ്സിന് ദോഷം വരാത്ത രീതിയിൽ ഒരു ഡിസിഷൻ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സപ്പോർട്ട് ചെയ്യാം. ഇനി അഥവാ ആർക്കെങ്കിലും എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ അത് നമ്മൾ ഇഗ്നോർ ചെയ്യുക എന്ന് മാത്രമേ പറ്റുള്ളൂ. സ്നേഹത്തോടെ ജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഈ ഈശ്വരാനുഗ്രഹവും ദൈവവിശ്വാസവുമാണ്. ആ ഒരു വിശ്വാസം എത്രത്തോളമാണ് താങ്കളുടെ ഇത്ര നാളത്തെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും ഞങ്ങൾ 3 പേരും ആ ഒരു കാര്യത്തിന് പ്രത്യേകിച്ച് ഞങ്ങൾ പ്രേയറാണേലും സത്യസന്ധയിലാണേലും എല്ലാ കാര്യങ്ങളിലും എനിക്ക് മനസ്സിലാക്കിയിടത്തോളം 3 പേരും ഒരേ സ്വഭാവം പോലെ എനിക്ക് തോന്നിയത്. അത് പ്രാർത്ഥനയുണ്ടെങ്കിൽ ഞാനിപ്പം പള്ളിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ചോദിച്ച് അങ്ങ് പോവുക, അങ്ങ് അതിൻ്റെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും പോകും, പള്ളി വരും, തിരിച്ചു വരും. അതുപോലെ നിക്സൺ ആണെങ്കിലും നവാസ് ആണെങ്കിലും ഈവൻ ഒരു മകരിബിൻ്റെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് കസ്റ്റമർ ഉണ്ടെങ്കിൽ കസ്റ്റമറെ ഞാൻ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അച്ഛൻ പറയും കസ്റ്റമറെ ഞാൻ നോക്കിയാൽ ഇപ്പം പള്ളിയിൽ പോയിട്ട് വരാൻ പറയും. അത് പിന്നെ കസ്റ്റമർ പിന്നെ ആദ്യം പള്ളിയുടെ കാര്യം കഴിഞ്ഞിട്ട് മതി കസ്റ്റമർ. അതാ അതിനും കാരണം ഇവിടെ ദൈവം എന്ന് പറയുന്നത് കാരണം നമ്മൾ മനുഷ്യനെ ആദ്യം മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ വിശ്വാസങ്ങൾ എല്ലാവരുടെ വിശ്വാസം ഒന്ന് തന്നെയാണെന്നുള്ളതാണ്. അതിനെ ഹനിക്കാതെ അവരെ ബഹുമാനിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അവിടെയാണ് നമ്മൾ ഈശ്വരനെ കാണാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് അച്ചായൻ പറയുന്നത്. കാരണം ഈ സ്നേഹബന്ധം കൂടെ നമ്മൾ ഇവിടെ ഇന്നത്തെ കാലഘട്ടത്തിന് അത്യാവശ്യമായ ഒരു കാര്യമാണ്. കാരണം ഈ ഒരു കൂട്ടായ്മയുടെ പ്രധാന കാരണവും മതങ്ങൾക്കും അപ്പുറം എല്ലാത്തിനും അപ്പുറം നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അച്ചായൻ വിവാഹം കഴിച്ചിരിക്കുന്നത് പന്തളത്ത്. ഞാൻ പന്തളത്ത് അടുത്ത് ഉള്ളന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മിസ്സസ് ലത. കുട്ടികൾ എത്ര? ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. ഇല്ല. നേരത്തെ ഇവിടെ പുള്ളിക്കാരി ഇവിടെ 5 വർഷത്തോളം ഇവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. ഇപ്പം സ്റ്റേറ്റ്സിലാണ്. ഫാമിലി എൻ്റെ ഫാമിലി ഇപ്പോൾ 3-4 വർഷം വിവാഹം കഴിച്ചത് പന്തളം. അല്ല അത് പത്തനംതിട്ട ചന്ദനപ്പള്ളി. പേര് സോണിയ. കുട്ടികൾ 2 മക്കളാണ്. മക്കള് മൂത്താള് എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ അങ്കമാലിയിൽ ഫിസാറ്റിൽ എമിൽ. രണ്ടാമത്തെ മകന് 2ാമത്തെ വർഷം BCom-ന് കോട്ടയത്ത് പഠിക്കുന്നു. അവരിപ്പോൾ നാട്ടിലാണുള്ളത്. പക്ഷേ രണ്ടാമത്തെ മകന്റെ പേര് ജോയൽ. ഇന്ത്യൻ അസോസിയേഷന്റെ 2014 നേരത്തെ പറഞ്ഞ പോലെ പ്രസിഡന്റ് ആയിരുന്നു. 3-4 വർഷം ഞാൻ സെക്രട്ടറി ആയിരുന്നു. 1 പ്രാവശ്യം വൈസ് പ്രസിഡന്റ്. പല മേഖലകളിൽ ഇരുന്നിട്ടുണ്ട്. ഇപ്പോഴും കമ്മിറ്റിയിലുണ്ട്. അച്ചായനെയും നെക്സനെയും ഭാര്യയും പോലെ തന്നെ വാസുഭായിയുടെയും വിവാഹം കഴിച്ചത് പുനലൂരിൽ തന്നെ. മിസ്സിന്റെ പേര് ഹസീന. എത്ര കുട്ടികളാണ്? മക്കള് 2 പേര്. മൂത്തത് മോളുടെ പേര് നസ്രീൻ. മോള് അജ്മാലിൽ +2 പഠിക്കുന്നു. +2. മോൻ 6th സ്റ്റാൻഡേർഡ്. മോൻ്റെ പേര് അഫ്സൽ. ഇവിടെ അജ്മാലിൽ തന്നെയാണ്. അജ്മാലിൽ 2 പേരും അജ്മാലിൽ തന്നെ പഠിക്കുന്നു. മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള വലിയ മനസ്സിന്റെ ഉടമകളാണ് അറബ് സമൂഹം. ഇവിടെ നിന്ന് പഠിക്കാൻ പാഠങ്ങൾ ഏറെയാണ്. തീർച്ചയായിട്ടും അത് എത്രത്തോളമാണ്? നമ്മുടെ ഈ ഉമ്മൽക്കോയ എന്ന് പറഞ്ഞ ചെറിയ പ്രദേശമാണ്. ഇവിടെയുള്ള അറബികളൊക്കെ മിക്കവാറും ഞങ്ങളുടെ കസ്റ്റമേഴ്സിനാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഞങ്ങളുമായിട്ട് പരിചയമുള്ളവരാണ്. അവരൊക്കെ വളരെ സ്നേഹത്തോടാണ് ഞങ്ങൾ ഇടപെടുന്നത്. ഞങ്ങൾ തീർച്ചയായിട്ടും അവർക്കും അതിൻ്റേതായ റെസ്പെക്റ്റ് ഞങ്ങൾ എപ്പോഴും കൊടുക്കാറുണ്ട്. അറബ് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആരെങ്കിലും അവരെ ഡീല് ചെയ്യും. മറ്റൊന്നുമല്ല, ഇനി കുട്ടികളെ നമ്മുടെ സ്റ്റാഫ് ഡീൽ ചെയ്താൽ ചിലപ്പോൾ അത്രയ്ക്കും അങ്ങോട്ട് പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ആരെങ്കിലും അവരുമായിട്ട് ഡീല് ചെയ്യാറുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഞങ്ങൾക്ക് ഏതാണ്ട് ഞങ്ങളുടെ കസ്റ്റമേഴ്സിൽ ഒരു 40% ലോക്കൽ അറബ്സാണ്. അവർക്ക് ഞങ്ങളൊരു വിശ്വാസമാണ്. നവാസ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ആഫ്റ്റർ സെയിൽ സർവീസാണ് ഇതിലൊക്കെ മുഖ്യ ഘടകം. ഞങ്ങൾ ടെക്നീഷ്യന്മാരുണ്ട്. ഇനി അവരുടെ വീട്ടിലാണെങ്കിൽ പോലും ഞങ്ങൾ ചെയ്തു കൊടുക്കും. അത് വലിയൊരു ഈ കഴിഞ്ഞു പോയ ഇത്രയും നാളത്തെ പ്രവാസ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ എന്ത് തോന്നുന്നു മനസ്സിൽ? എനിക്ക് സന്തോഷം തന്നെയാണ്. എനിക്ക് ഇപ്പം സ്റ്റേറ്റ്സിലൊക്കെ ഗ്രീൻ കാർഡും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു, പോയി വരുന്നു. എങ്കിലും എൻ്റെ മനസ്സ് ഇവിടെ തന്നെയാണ്. ഞാൻ എപ്പോഴും വൈഫിനോട് പറയാറുണ്ട്,
നീ ഇനി പോര്, നമുക്കിവിടെ തന്നെ എനിക്കറിയത്തില്ല എന്തോ എനിക്ക് ഏറ്റവും ഈ കൂടുതൽ മണ്ണ് ഈ മണ്ണ് എനിക്ക് ഇത്രയും വർഷമായി, ഞാൻ 87 വന്നതല്ലേ, ഇപ്പം എനിക്ക് 24 അല്ലല്ല ഏകദേശം 30 വർഷം 30 ഞാൻ തന്നെ തെറ്റി പോകുന്നു 30 വർഷമാകുന്നു. പക്ഷേ എനിക്ക് മനസ്സ് ഇവിടെ തന്നെയാണ് എപ്പോഴും. നിക്സൺ ഭായിക്കും ഇതുപോലെ തന്നെ അച്ഛൻ്റെ അഭിപ്രായം തന്നെ? തീർച്ചയായിട്ടും തുടക്കത്തിൽ 89 ഞാൻ വന്ന സമയത്ത് ഉള്ളത് വളരെ വളരെ UAE വളരെ വളർന്നു. ഉമർ ഖുവൈനും അജ്മാനും ഒക്കെ അന്നത്തെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുമില്ലാത്തൊരു പ്രദേശങ്ങളായിരുന്നു. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ വളരെയധികം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. മൊത്തത്തിൽ UAE-യിലും ദുബൈയിലും ആ ഒരു വളർച്ചയുടെ ഒരു പ്രധാന പങ്ക് നമുക്കും അതിനനുസരിച്ച് ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. വളരെ സന്തോഷമാണ് ഈ ഇത്രയും നാളെ പ്രവാസ ജീവിതം. ഇപ്പം ടിൻഡോ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാതെ പോകുമെന്ന് തോന്നുന്നില്ല. നവാസ് ഭായിക്കും അതുപോലെ തന്നെയാണ്. 1998 ഏപ്രിൽ 16 തീയതി ആദ്യമായി ഈ പ്രവാസ ജീവിതത്തിലേക്ക് ആരംഭിക്കുകയാണ് അജ്മാനിൽ. പക്ഷെ എന്തായാലും നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ എത്തിച്ചേർന്നു. ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്? ഫ്യൂച്ചറിലെ പ്ലാൻ ഈ ബിസിനസ് ഫീൽഡ് തന്നെ കുറച്ചുകൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യണമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെ ബ്രാഞ്ചസ് ഒന്നുമില്ല. ബ്രാഞ്ചസ് കാരണം ഈ ഉമ്മൽ ഖുവൈൻ ഡെവലപ്പിംഗ് ഏരിയ ആണ്. അപ്പം അതിനനുസരിച്ച് കുറച്ചുകൂടിയൊക്കെ ഒരു മാറ്റം വരുത്താനുള്ളൊരു താല്പര്യം അത് ഞങ്ങൾ 3 പേരുടെ ഇടയ്ക്ക് ആലോചിച്ചിട്ടുമുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് അത് പതുക്കെ കൊണ്ട് ഒരു ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു താല്പര്യത്തിലാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം കുറച്ചും കൂടെ ആൾക്കാർക്ക് തൊഴിലവസരം കൊടുക്കാൻ പറ്റുന്ന മേഖലകളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ്. അതിന് സാധിക്കട്ടെ എന്ന് വളരെയധികം പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം തിരക്കേറിയ ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിച്ച് തന്നതിൽ അച്ചായനോടും നിക്സൺ ഭായിയോടും നവാസ് ഭായിയോടും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ച ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട്. തീർച്ചയായും അത് ഈ സമൂഹത്തിന് അല്ലെങ്കിൽ നാളത്തെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന ഒരു നല്ല അനുഭവമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു.